സിദ്ധുവിന്റെ മീൻ കട്ട് തിന്നുന്ന കള്ളിപ്പൂച്ച ഓണത്തിന്റെ അന്നും രാത്രിയിൽ പതിവ് പോലെ വീടിന്റെ പിന്നാമ്പുറത്തെത്തി. TV റൂമിലിരുന്ന് പായസം കുടിച്ചുകൊണ്ടിരുന്ന സിദ്ധു അച്ചമ്മയുടെ ഒച്ച കേട്ട് ചാടി എണീറ്റു. സിദ്ധു, ദേ കള്ളിപ്പൂച്ച! സിദ്ധുവിന്റെ പേര് കേട്ടാൽ വിറയ്ക്കുന്ന കള്ളിപ്പൂച്ച പിൻവശത്തു കൂടി ജീവനും കൊണ്ട് ഓടി. സിദ്ധു ഹാളിലൂടെ മിസൈൽ പോലെ ഓടി മുൻവശത്തെ ഗേറ്റിനടുത്ത് പൂച്ചയെ കാത്തു നിന്നു. രക്ഷപ്പെട്ട് ഓടി വന്ന പൂച്ച മുന്നിൽ സിദ്ധുവിനെ കണ്ടതും തളർന്നുപോയി. കല്ലെടുത്തെറിയാനാണോ, വടിയെടുത്തടിക്കാനാണോ, പൈപ്പെടുത്ത് വെള്ളം ചീറ്റാനാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി പൂച്ചയ്ക്ക്. പക്ഷെ സിദ്ധു ശാന്തനായി കയ്യിലിരുന്ന പായസപാത്രം നിലത്ത് വെച്ച് പറഞ്ഞു, ഇന്നിവിടെ ഓണസദ്യ ആയിരുന്നു പൂച്ചേ, എനിക്ക് പോലും മീൻ വറുത്തത് കിട്ടിയില്ല, നീ ഈ പായസം കുടിച്ചോ? ശങ്കിച്ചു നിന്ന പൂച്ച തല പൊക്കി സിദ്ധുവിനെ നോക്കി. എന്നും വീടിന് ചുറ്റും ഓടിക്കുന്ന കൊടും ഭീകരനായ സിദ്ധുവിന്റെ നന്മയോർത്ത് പൂച്ചയുടെ കണ്ണു നിറഞ്ഞു. പായസം നക്കി കുടിച്ച് പൂച്ച പോകാൻ തുടങ്ങിയപ്പോൾ സിദ്ധു വിളിച്ചു പറഞ്ഞു, ഇന്ന് നീ പൊക്കോ, നാളെ കട്ട് തിന്നാൻ വന്നാ നിന്നെ ഞാൻ പറപ്പിക്കും കേട്ടോ. പൂച്ചയ്ക്ക് തല പെരുത്തു. ഇവനെ പിടി കിട്ടുന്നില്ലല്ലോ ദൈവമേ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.